അസ്സലാമു അലൈക്കും. നമുക്ക് നോമ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഡാൽഡ റോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഭംഗി എന്നും പറയും, ഡാൽഡ റോൾ എന്നും പറയും. നമ്മൾ ഡാൽഡ റോൾ എന്നാണ് പറയുന്നത്. ഇത് നോമ്പിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇത് അപ്ലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റായി പോയതാണ്. നമ്മളിത് ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ വെച്ച് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് ഇതിന് തണുപ്പൊക്കെ പോയതിന് ശേഷം ഒരു തവയിൽ കുറച്ച് ഡാൽഡ തേച്ചിട്ട് അതിലേക്കിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് ഓവൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് ചിക്കൻ റോളാണ്. ചിക്കൻ റോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇതിന് കോട്ടിങ്ങിനായിട്ട് മുട്ടയുടെ മഞ്ഞ ചേർക്കാറില്ല. മഞ്ഞയ്ക്ക് പകരം മുട്ടയുടെ വെള്ളയും കുറച്ച് കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ പതഞ്ഞ് വരും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എണ്ണ പതഞ്ഞ് വരുമോ എണ്ണ കറക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ ചെയ്തിട്ടുള്ളത് ബ്രെഡിൻ്റെ അകത്ത് ചില്ലി ചിക്കൻ മസാല വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റംസാണിത്. ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ടും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഇതുപോലെ ഓരോരോ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ട് ഇത് മേലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ ബീഫ് മാഗി നൂഡിൽസ് ബോളാണ്. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഐറ്റംസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലുണ്ട്, വേണ്ടവർ പോയിട്ട് കാണാം. ഇതും കുറേ നാൾ വരെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസാണ്. ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കേടാവുകയോ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 1 മാസം 2 മാസം വെച്ചാലും ഇതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും വരില്ല. ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റംസാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബീഫ് കട്ട്ലേറ്റ്. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലുണ്ട്, വേണ്ടവർ പോയിട്ട് കാണാം. ഇത് നമുക്ക് കുറച്ച് നാൾ അധികം വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു 2 ആഴ്ച 3 ആഴ്ച മാക്സിമം വെക്കാം. ഇത് ഉരുളക്കിഴങ്ങുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്സ്ചർ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മാറ്റം വരും. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സമൂസ. ഇതിൽ വേറൊരു ഫില്ലിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ സമൂസേൻ്റെ ഫില്ലിംഗ് അല്ല, ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് വെച്ചിട്ടുള്ള സമൂസയാണ്. പിന്നെ ഉള്ളത് ഞാൻ പഴം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചൊരു പാകമായിട്ടുള്ള പഴം, അധികം പഴുക്കാത്ത പഴമാണ്, എന്നാൽ നല്ല തീരെ പഴുക്കാത്തതാവരുത്. ഒരു അത്യാവശ്യം നല്ലൊരു പഴുത്ത പഴം ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പം നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്കിതൊന്ന് കായ്പോള ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ വറുത്ത് കോരിയ പാടന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വേർതിരിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാകും. ഇത് ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 3 4 ഉണ്ടാക്കാനുള്ള ഒരു അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് വറുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് 3 4 കായ്പോള ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. ഒരു 1.5 കിലോളം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇറച്ചി പത്തിരി എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. നമ്മളിപ്പോൾ ഇറച്ചിയട എന്ന് തന്നെ പറയുന്നത്. ഇത് നമുക്ക് ഇതുപോലെ എടുത്ത് നമുക്ക് തവയിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ചൂടാക്കാതെ തന്നെ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മൈദയിൽ അപ്പുറം 2 സൈഡ് എല്ലാ ഭാഗവും നല്ല ഒരുപോലെ നമ്മൾ മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും പൊടിയാവണേ, എന്നാലും നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഉണ്ടാക്കുന്ന അതേ ആ ഒരു ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് എപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ തന്നെ നമ്മളിത് സെപ്പറേറ്റ് ആക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പഴം കട്ട്ലേറ്റാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റംസാണ്. നല്ല നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ കായടക്കൊക്കെ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണ്ടവർ അത് യൂട്യൂബിൽ പോയിട്ട് കാണാം. ഇത് നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് നട്ട്സൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് പുറത്തുള്ള സേമിയം കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് മുന്തിരിയാണ്. ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. മുന്തിരിയിൽ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ചേർക്കാതെ ഇതിനാവശ്യമുള്ള പഞ്ചസാര ചേർക്കുക. പഞ്ചസാര കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുക. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ പഞ്ചസാരൻ്റെ പിന്നെ മെൽറ്റാകുമ്പം ഇതിന് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല മെൽറ്റായി നല്ല ലൂസായിട്ട് വരും. നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് മുന്തിരി വേവിക്കുന്നതെങ്കിൽ നമ്മളിത് അരിച്ചെടുത്ത് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നല്ല കട്ടയായ ഐസ് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ പഞ്ചസാരയും മുന്തിരി മാത്രമായിട്ട് തിളപ്പിച്ച് നമ്മൾ അരിച്ച്
ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത പാടനെ നമുക്ക് കോരിയെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മുന്തിരിയൊക്കെ പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ലപോലെ ലൂസായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലം വേണം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല ജ്യൂസായി കിട്ടും. ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമുക്കിതിപ്പോൾ കുറച്ചൊരു പാത്രത്തിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം 1 കിലോ മുന്തിരിക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റാം. ഇതും വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ പഞ്ചസാര മാത്രം ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ട് നമ്മൾ പാത്രത്തിലാക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ചേർത്താൽ കട്ടയാവും. ഇങ്ങനെയാകുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വേണ്ട, അപ്പോൾ കുറച്ച് സമയം തന്നെ പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് കോരിയെടുക്കാൻ പറ്റും. പിന്നെ പാൽ ചേർത്ത് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. കുറച്ച് പപ്പായ ജ്യൂസാക്കിയിട്ടും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. ജ്യൂസ് ഉണ്ടാക്കി വെക്കാതിരിക്കലായിരിക്കും നല്ലത്. അതൊരു കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. പപ്പായ കട്ട് ചെയ്തിട്ട് മാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരുപാട് ഐറ്റംസ് എൻ്റെ ചാനലിലുണ്ട്. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അതിൽ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.